Lord. Thank you, Ben. God bless you. धन्य है बेन, मसीह की अनुग्रह साथ भी साथ रहे. ഈ വചന ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ये वचन की घोषणा में आप सबों को स्वागत करता हूं. ഇന്നത്തെ ധ്യാനത്തിനായി എടുത്തിരിക്കുന്ന തിരുവചന ഭാഗം യാക്കോബിന്റെ ലേഖനമാണ്. आज वचन से मनन करने के लिए याकूब की पत्रियों में कुछ बात आपकी ओर रखने के लिए मैं चाहता हूं. 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. अध्याയം യാക്കോബ് 1-ാം അധ്യായം 22 മുതൽ 24 വരെ. याकूब की पहले पत्री पहले अध्याय 22वां पद से लेकर, परंतु वचन पर चलने वाले बनो और केवल सुनने वाले ही नहीं जो अपने आप को धोखा देते हैं, क्योंकि जो कोई वचन का सुनने वाला हो और उस पर चलने वाला ना हो तो वह उस मनुष्य के समान है जो अपना स्वाभाविक मुख दर्पण में देखता है. എന്റെ വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പീൻ. वचन पर चलने वाले बनो और केवल सुनने वाला ही नहीं. വചനം ധാരാളമായി നാം കേൾക്കുന്നവരാണ്, പക്ഷേ എത്രമാത്രം ആ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായ ഒരു വിഷയമത്ര. वचन सुनता है, सही है, लेकिन अपना जीवन में अपनाता है कितने लोग है, कितना ही चलता है. അതിന് അപ്പോസ്തലൻ ഇവിടെ ഉപമിച്ചിരിക്കുന്നത് ഒരു കണ്ണാടിയിൽ ഒരുത്തൻ തൻ്റെ മുഖം നോക്കുന്നു, ആസ്വദിക്കുന്നു, പിന്നെ അവൻ മറന്നു പോകുന്നു അതിനെപ്പറ്റി. और ये लिखा हुआ पवित्र दास ने यही बात बताया, एक नमूना कहानी की नहीं बताया है, तो वह उस मनुष्य के समान है जो अपना स्वाभाविक मुख दर्पण में देखता है. അതുകൊണ്ട് വചനം കേട്ട് മറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായിരിക്കുന്നവനത്രേ ഭാഗ്യവാൻ. यूं बताया है, वचन सुनता है भूल जाते हैं. ऐसे लोग नहीं, जो वचन स्मरण में रखते हुए उपयोग में लाने वाले वो धन्य है. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. मसीह की नाम महिमा के कारण हो. ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ദൈവദാസനെയും ദൈവം ശക്തീകരിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. प्रभु की करुणा दया हम पर भी रहते हैं, इसलिए धन्यवाद देता हूं. ഈ പ്രഭാതത്തില് ഗോഡ്സ് മിഷൻ ഒരുക്കിയിരിക്കുന്നതായ ദൈവമക്കളുടേതായ ഒരു ആത്മീയ യുദ്ധത്തിൻ്റെതായ മുറിയിൽ എത്രയും നാം ആയിരിക്കുന്നത്. गॉड्स मिशन के द्वारा तैयार किया हुआ आत्मिक जागृति की एक कमरे के अंदर हम बैठ रहा है. അതെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ രാജ്യത്ത് ചിലതൊക്കെ സംഭവിക്കും. हम प्रार्थना करते हैं निरंतर, राज्यों में यहोवा परमेश्वर की तरफ से कुछ अद्भुत और दुर्घटना भी चल रहा है. ഈ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ദേശാധിപത്യ ശക്തികൾ തകരും, സ്ട്രോങ് ഹോൾഡ്സ് ഒക്കെ തകരുന്നതിനിടയായി തീരും. ये प्रार्थना की सामर्थ्य के द्वारा शैतान की उनका जुल्म, उसकी शक्ति सामर्थ्य बुझ जाते हैं और मसीह की महिमा प्रकट भी होता है. ദൈവത്തിന്റെ ദാസന്മാർ ഇന്ത്യയിലുടനീളം സഞ്ചരിക്കുമ്പോൾ ഗ്രാമപ്രദേശങ്ങളിലൂടെയൊക്കെയും വനപ്രദേശങ്ങളിലൂടെയും സഞ്ചരിച്ച് കർത്താവിന്റെ സുവിശേഷം എത്തിക്കുമ്പോൾ അവർ കാൽ ചവിട്ടുന്ന ദേശമൊക്കെയും ക്രിസ്തുവിന് വേണ്ടി സ്വന്തമാക്കുവാൻ ഇടയായിത്തീരും.
परमेश्वर के पवित्र लोगों ने शहर शहर गांव गांव कर पैदल जाकर या गाड़ी पर हो सुसमाचार की घोषणा देता है, शांति का दादा की ओर प्रार्थना करते हैं, प्रार्थना करने उनका पैर रखते हैं, जो स्थान मसीह की ओर लाने के लिए प्रभु का काम कार्य होते रहते हैं. അതുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഫലമായിട്ട് പൈശാചിക സ്ട്രോങ് ഹോൾഡ്സ് തകർക്കപ്പെടും. ये प्रार्थना के कारण शैतान के बंधन खुल जाते हैं. പ്രിയരെ, നാം അത് സേവിക്കുന്നതായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ അവൻ നല്ലവനാണ്. हम सेवा करता है, प्रार्थना करता है, भरोसा रखता है, हमारा मसीह के बारे में सोच समझते हैं, तब हमारा मसीह इतनी सामर्थ्य है. നമ്മെക്കുറിച്ച് വളരെ കരുതലും സ്നേഹവുമുള്ളതായ ഒരു ദൈവമത്രേ നമുക്കുള്ളത്. हमारे लिए जागते हैं और करते हैं और चिंता रखने वाला इतनी मजबूत मसीह की ओर हम आया है. ശിഷ്യന്മാർ പലരും കടലിൽ മത്സ്യബന്ധനത്തിന് പോയിരുന്നതായ ഒരു രാത്രി, एक रात में शिष्यों ने मछली पकड़ने के लिए गए हुए एक समय, ആ സമയം യേശു ആ കടൽ തീരത്ത് വന്നു. उसी घड़ी में यीशु मसीह समुद्र के पार किनार में आया है. ആ ശിഷ്യന്മാര് മടങ്ങി വരുന്നതായ ആ സമയം നോക്കി യേശു അവിടെ കാത്തു നിന്നു. शिष्यों ने मछली पकड़कर वापस आने का समय तक मसीह वहां पर खड़े थे. വളരെ ക്ഷീണിതരായി വരുന്നതായ അവർക്ക് യേശു പ്രഭാത ഭക്ഷണം തയ്യാറാക്കി. थके है, जो जाल बिछाकर थक गया है, जो भोर के समय उनको खाने के लिए मसीह ने भोजन तैयार किया है. അവർക്ക് വേണ്ടി അത് തീക്കനൽ അവർക്ക് വേണ്ടി മീൻ തയ്യാറാക്കി യേശു അവർക്ക് വേണ്ടി കാത്തു നിന്നു. और आग में ताया हुआ मछली के साथ रोटी के साथ मसीह ने वहां पर खड़ा हुआ है. ക്രിസ്തുവിന്റെ ആ സ്നേഹം എത്ര ഭയങ്കരമായിരിക്കുന്നു. मसीह की प्यार इतना आश्चर्य है. അത് നമ്മെ കരുതുന്നതായ നമ്മെ സ്നേഹിക്കുന്നതായ ഒരു യേശു കർത്താവത്രേ നമുക്കുള്ളത്. हमारे लिए चिंता करने वाले, हमारे लिए योजना बनाने वाला मसीह हमारा ही है. നമ്മുടെ പാപങ്ങൾ വഹിച്ചുകൊണ്ട് നമ്മുടെ ശാപങ്ങൾ വഹിച്ചുകൊണ്ട് ദൈവക്രോധത്തിൻ്റെതായ അഗ്നിയിൽ ആ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടിയും എരിഞ്ഞടങ്ങിയതായ യേശു ക്രിസ്തു. हमारा पाप अपराध, हमारा शत्रुओं में से हमारे रक्षक होकर हमारा मसीह कालवरी सलीब पर क्रूस पर अपना जीवन त्याग की है. അത് മാത്രമല്ല, ഈ യേശുവിന് വേണ്ടി നാം എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിനൊരു പ്രതിഫലം കൂടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. केवल इतना ही नहीं, मसीह के लिए जागने वालों को कुछ फल भी देगा, ये बात मसीह ने कहा है. ഒരിക്കൽ യേശു കടൽക്കരയിൽ നിൽക്കുമ്പോൾ ധാരാളം ജനം വന്നുകൂടിയും एक बार समुद्र की पार में किनार में मसीह ने था, तब बहुत सारे भीड़ वहां पर जमा हुआ है. അപ്പോ ജനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി പത്രോസിന്റെ വള്ളം കർത്താവിന് വേണ്ടി കൊടുക്കുവാൻ യേശു ആവശ്യപ്പെട്ടു. इतने भीड़ जमा हुआ, उन्होंने मसीह का मधुर वाणी सुनाने के लिए जो प्रेरित पत्रोस को मसीह ने पूछा, तेरी नाव समुद्र की ओर निकाले. പത്രോസിന്റെ ബോട്ട് യേശുവിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു പുൽപ്പിറ്റായി തീർന്നു. पत्रोस की नाव और यीशु मसीह की वचन की घोषणा के लिए एक तक बनाया है. എന്നാൽ അവന് പിന്നത്തേതില് യേശു ഒരു റിവാർഡ് കൊടുത്തു. इसके बाद में मसीह ने बड़ा एक रिवार्ड दिया है.
വള്ളം നിറഞ്ഞ് കവിയുമാറാകത്തക്ക രീതിയിൽ പെരുത്ത മീൻകൂട്ടത്തെ യേശു അവന് കൊടുത്തു. तो प्रेरित पत्रोस ने नैब मसीह को वचन की घोषणा के लिए दिया, इसी कारण में उनका नैब भरने के लिए मच्छी को दिया है. അതുകൊണ്ട് കർത്താവിന്റെ നാമത്തിൽ ദൈവനാമഹത്വത്തിന് വേണ്ടി ഒരു പാത്രം വെള്ളം കൊടുക്കുകയാണെങ്കിൽ പോലും പ്രതിഫലം നൽകും എന്ന് യേശു അസന്നിഗ്ധമായ ഭാഷയിൽ പറയുകയുണ്ടായി. मसीह ने उन्हीं को यही बात कहने लगा. मसीह का नाम बोलकर किसी को एक गिलास ठंडा पानी पिलाएगा तो भी उनको प्रतिफल मिल जाएगा. ഈ പ്രഭാതത്തില് നാം ഈ യേശുവിനെ കുറിച്ച് എത്ര ചിന്തിക്കുന്നത്? यही सुबह ही वक्त ये मसीह की और मसीह के बारे में हम मनन करता है. മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നവനായ ഈ യേശുവിൽ നാം വിശ്വസിക്കണം. मृतकों में से जिलाया जीव उठा, जो मसीह का ऊपर भरोसा हम आज भी रखता है. അവന്റെ വചനത്തിൽ നാം വിശ്വസിക്കണം. उनके वचन पर विश्वास रखे, भरोसा रखे. വിശ്വാസം അത് വളരെ പ്രധാനപ്പെട്ടതായ ഒരു ഘടകമത്രേ ക്രിസ്തീയ ജീവിതത്തിൽ. और ईसाई नाम लेते हैं एक प्रत्येक शक्ति सामर्थ्य की वजन है. വിശ്വാസം ഇല്ലാത്തവർ ഭയത്തിൽ അത്രേ ജീവിക്കുന്നത്. विश्वास है नहीं है, उन्होंने भयभीत में रहते हैं. പഴയ നിയമത്തിൽ വിശുദ്ധനായ യോബിനെ കുറിച്ച് നാം വായിക്കുന്നു. पुराना नियम में भी पवित्र आयुब के बारे में भी लिखा गया है. യോബിന് വളരെ അധികം മക്കൾ ഉണ്ടായിരുന്നു. യോബ് का 10 बच्चे 12 बच्चे थे. യോബ് ഭയന്നു പോയി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ മക്കൾ ആരെങ്കിലും അത് പാപം ചെയ്ത് ദൈവത്തിന് അനിഷ്ടമായുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളതായ ഒരു ഭയം തനിക്കുണ്ടായി. യോബ के मन में भयभीत में थे, कारण योब के पुत्र पुत्रियों ने कुछ ना कुछ पाप किया, परमेश्वर की महिमा से रहित होने का कारण बन गया. यही बात सोच समझते रहते थे. താൻ പ്രഭാതത്തിൽ എഴുന്നേറ്റ് ദൈവത്തെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും യാഗം കഴിക്കുകയും ഒക്കെ ചെയ്തു. और वही वक्त उड़कर प्रार्थना करते हैं और प्रार्थना आराधना के साथ मिलजुल दे. എങ്കിലും തന്റെ ജീവിതത്തിൽ വലിയ അനർത്ഥങ്ങൾ വന്നുകൂടിയും. ऐसा किया वाला आयुब के जीवन में बहुत सारे अनर्थ आ पहुंचा है. അപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, ഞാൻ ഭയപ്പെട്ടത് തന്നെ എനിക്ക് സംഭവിച്ചു എന്ന്. आयुब ने यही बात दिया है, मैं भयभीत में रहा, वही मेरा जिंदगी में संभव हुई है. അതെ, വിശ്വാസം ഇല്ലാത്ത ഒരവസ്ഥ എത്രേ ഭയം എന്ന് പറയുന്നത്. विश्वास है नहीं है, वही बात है भयभीत. തിരുവചനത്തിൽ നിരവധി സ്ഥലത്ത് ഭയപ്പെടേണ്ട, ഭ്രമിക്കുകയും വേണ്ട, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് കർത്താവ് പറയുന്നു. बाइबल में धर्मशास्त्र में ये वचन कई स्थानों में लिखा, भयभीत ना हो, हिम्मत पाओ, मसीह में अटल रहो. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് വിശ്വാസത്തിൻ്റെതായ ചില വശങ്ങളെ കുറിച്ച് ചിന്തിക്കാം. आज के का दिन विश्वास के बारे में चंद बात हम मनन करेंगे. നമ്മുടെ വിശ്വാസത്തിൻ്റെതായ ജെന്യൂയിനെസ്, അതിൻ്റെ ആധികാരികതയെ കുറിച്ച് എത്രയും നാം ഇന്ന് ചിന്തിക്കുന്നത്. हम आज मनन करना यही बात है, विश्वास की और वचन की अधिकार के बारे में चिंता करेंगे. അനേകം വിശ്വാസികൾ എന്ന് പറയുന്നു എങ്കിലും അവര് ബുദ്ധിപരമായിട്ട് മാത്രം വിശ്വസിക്കുന്നവരത്രയും. अनेकों ने विश्वास में है, तो भी विश्वास बुद्धिमान की बुद्धि की उपयोग करता है. തത്വത്തിൽ ഈ പറയുന്നതൊക്കെ അവർ അംഗീകരിക്കും.
कुछ कहे वो अंगीकार किया जाता है। ആ എന്നാൽ വാസ്തവത്തിലുള്ളതായ ആഴമായിട്ടുള്ളതായ ഹൃദയം കൊണ്ടുള്ളതായ വിശ്വാസം ഇല്ല എങ്കിൽ അവരുടെ ഈ ബാഹ്യമായിട്ടുള്ളതായ വിശ്വാസം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. और ऐसी बात है, विश्वास में है, विश्वास अपना जीवन में उपयोग में नहीं लाएगा तो विश्वास करने में कोई फायदा नहीं होता है। അതുകൊണ്ട് നമ്മൾ ഇന്ന് ഈ ലോകത്തിൽ കണ്ടുവരുന്നതായ ക്രിസ്ത്യാനികളിലെ നല്ലൊരു ശതമാനം പേരും ഈ മാനസികമായിട്ട് അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ട് മാത്രം അംഗീകരിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്നവരത്രേ. जो आजकल ईसाई नाम दिए हुए लोगों का बीच में बहुत प्रतिशत लोग बुद्धिमान बुद्धि के साथ और उनका चिंता आलोचना के साथ जीवन बिताने वाले हैं। യഥാർത്ഥ വിശ്വാസികളെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നതായ ആളുകൾ വളരെ കുറവാണ്. सच्चे मसीह की लोग प्रेम और बाइबल की आधार पर के जीवन के साथ जीने वाले कम है। ഈ എന്താണ് ഈ ഡിവിഷൻ അല്ലെങ്കിൽ ഇത് മെന്റൽ അസെൻഷൻ, മനസ്സുകൊണ്ട് അല്ലെങ്കിൽ ബുദ്ധി കൊണ്ടുള്ളതായ വിശ്വാസവും ഹൃദയം കൊണ്ടുള്ള വിശ്വാസവും വളരെ പ്രധാനപ്പെട്ടതായ ഒരു വ്യത്യാസം അത്ര. और आजकल दिनों में यही बात है, बुद्धि की आराधना और आत्मा की आराधना में बहुत भेद पाता है। ബുദ്ധി കൊണ്ട് മാത്രം ഇതൊക്കെ അംഗീകരിക്കുന്നതായ വ്യക്തികളുടെ ജീവിതത്തിൽ നിരന്തരമായ പരാജയമായിരിക്കും. बुद्धिमान होकर बुद्धि से मसीह की लोग बन जाते हैं, वो लोग पराजित में रहेंगे। അവരുടെ ജീവിതത്തില് അത് ബാരൻനെസ്, ഫലമില്ലായ്മ എത്ര കാണുവാൻ കഴിയുന്നത്. उनका जिंदगी में मसीह के कारण फल नहीं लाता है। അവര് മതപരമായിട്ടുള്ളതായ ആചാരങ്ങൾ അനുഷ്ഠിച്ച് സംതൃപ്തിപ്പെടുന്നു. और उन्होंने धर्म के आधार पर जीते हुए उसमें आनंद मनाते हैं। ഹൃദയപൂർവം കർത്താവിൽ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകളുടെ ജീവിതത്തിൽ എപ്പോഴും ജയമുണ്ടാകും. मसीह में भरोसा रखे, मसीह में आए, मसीह में रहे, वो लोग आनंद मनाते ही रहेंगे। യഥാർത്ഥ വിശ്വാസികളുടെ ജീവിതം അത് ഫലവത്തായിരിക്കും, ഫലം പുറപ്പെടുവിക്കുന്നതായിരിക്കും. सच्चे जीते हैं, जो सच्चे आराधना विश्वास रखते हैं, वो लोग फल लाएंगे। യഥാർത്ഥ വിശ്വാസികൾക്ക് ഉള്ളത് യഥാർത്ഥത്തിൽ ആത്മീയ ജീവനത്രേ. सच्चे विश्वासियों को आत्मिक जीवन मिलता है। പല ആളുകളും അത് അവര് വളരെ കുഴഞ്ഞ ഒരവസ്ഥയിലത്രേ. ഏതാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസിയും അല്ലെങ്കിൽ ആരാണ് ആ ഒരു യഥാർത്ഥ വിശ്വാസത്തിലാകാത്ത വ്യക്തികൾ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. आजकल दिनों में बहुत सारे लोग विश्वास के बारे में वो थक जाते हैं, कारण सच्चाई क्या है, झूठाई क्या है। അതുകൊണ്ട് ഈ വിശ്വാസികൾ എന്ന് പറയുന്നതായ നല്ലൊരു വിഭാഗം ആളുകളും അവർ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. और सच्चाई विश्वास अंगीकार किए हुए बहुत लोग और मसीह में से रहित होते हैं। ബുദ്ധിപരമായിട്ടുള്ളതായ ഒരു വിശ്വാസം മാത്രമുള്ളതായ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെതായ വാഗ്ദത്തങ്ങൾ അവർക്ക് ജീവിതത്തിൽ അനുഭവിക്കുവാൻ കഴിയുന്നില്ല. बुद्धि उपयोग करता है, बुद्धिमान होकर आराधना करते हैं, जो लोग मसीह की महिमा उपयोग में ला नहीं सकते हैं। ക്രിസ്തുവിന്റെ സാന്നിധ്യം തങ്ങളുടെ ജീവിതത്തിൽ അവർക്ക് അനുഭവിക്കുവാൻ കഴിയുന്നില്ല. और मसीह साथ ही साथ है, ये बात चखने के लिए उनको अवसर नहीं होते हैं। വചനത്തിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ആ വചനത്തിൽ അത് വചനം അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതായ ഒരു അനുഭവം ഉണ്ടാകുക എന്നർത്ഥം. वचन में विश्वास रखते हैं, इसकी अर्थ यही है,
और विश्वास अपना जीवन में उपयोगी होना चाहिए। വചനപ്രകാരം ജീവിക്കുന്നവരത്രേ യഥാർത്ഥത്തിലുള്ളതായ വിശ്വാസികൾ. वचन के आधार पर जीने वाले वो ही है सचमुच याथार्थ्य विश्वासी। അപ്പോ ബുദ്ധിപരമായിട്ടുള്ളതായ ഒരു വിശ്വാസം ഉള്ളതായ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസിയുടേതായ ഒരു 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 വസ്ത്രം ധരിച്ചിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. विश्वासी गण आज के दिनों में यही बात दर्शाता है, वस्त्र पहनने में विश्वास होता है। അങ്ങനെയുള്ളതായ സത്യവിശ്വാസികൾ അല്ലാത്തതായ വിശ്വാസികൾ വചനം ധ്യാനിക്കുന്നതിനോ പഠിക്കുന്നതിനോ ആരാധന കൂട്ടങ്ങളിൽ സംബന്ധിക്കുന്ന വലിയ ശുഷ്കാന്തിയൊന്നും കാണിക്കത്തില്ല. और सच्चाई मसीह के वचन पर भरोसा रखने वाले जो लोग आराधना और प्रार्थना में आगे ज्यादा समय लेता नहीं। അങ്ങനെയുള്ളതായ വിശ്വാസികൾ അവര് ഒരു ദൈവവചനം കേൾക്കുമ്പോൾ ഒരു പ്രസംഗം കേൾക്കുമ്പോൾ അത് തലകുലുക്കി അത് ആസ്വദിക്കും. और ऐसे वाले लोग और सुनता है सिर हिलाकर उन्होंने अंगीकार करते हैं। അവർ ഒരുപക്ഷെ ബൈബിളിലുള്ളതായ വചനങ്ങളൊക്കെയും അണ്ടർലൈൻ ചെയ്യുമായിരിക്കാം. शायद हो बाइबल सुनते हैं वो वचन के नीचे लिटा मारते हैं, അവർ വചനപ്രകാരം ജീവിക്കുന്നില്ല, वचन के आधार पर जिएगा नहीं। ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ബേക്കറിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് അവിടെ ഷെൽഫിൽ വെച്ചിരിക്കുന്നതായ ആ കേക്കൊക്കെ കണ്ടിട്ട് വെളിയിൽ നിന്നും ആസ്വദിക്കുന്നതായ ഒരു മനുഷ്യനെ തുല്യമത്രേ. और ऐसे वालों को एक बेकरी में दुकान में अच्छा केक है, स्वादिष्ट भक्षण उसमें है, वो बाहर खड़ा होकर उन्होंने ऐसी आनंद महन करता है। इसी न्याय है विश्वास के बारे में। അവിടെ നിന്ന് അതിന്റെ പിന്നെ എന്താണ് അതിന്റെ അതിനെ ആസ്വദിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ വാങ്ങി അവൻ കഴിക്കുന്നില്ല. बाहर खड़ा रहने वाले और उसमें से आश्वासन देते हैं, लेकिन खाता नहीं है, खाकर उनको शकता नहीं है। എന്നാൽ അടുത്ത സ്റ്റെപ്പ് വെക്കുന്നതിന് ആ വ്യക്തി തയ്യാറാകുന്നില്ല, आगे कदम रखने के लिए तैयारी नहीं होता है। അപ്പൊ ഇങ്ങനെ ബുദ്ധി കൊണ്ട് ഈ വിശ്വസിക്കുന്നതായ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവര് വചനം സത്യമാണ് എന്ന് അംഗീകരിക്കുന്നു. बुद्धिमान होकर जाते हैं, उन्होंने अंगीकार करते हैं। ഇതൊക്കെ വചനമൊക്കെ നല്ലതാണ് എന്ന് അവര് സമ്മതിക്കുന്നു. वचन बहुत अच्छा है, अंगीकार करता है। എന്നാൽ ഈ വചനം തങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ തക്കവണ്ണം അത് ഒരു പ്രവൃത്തി ചെയ്യുവാൻ തക്കവണ്ണം അവർ തയ്യാറാകുന്നില്ല. ये वचन हमारा जीवन में प्रायोगिकता में लाने के लिए उन्होंने तैयार नहीं होता है। വചനം കേൾക്കുമ്പോൾ അത് നല്ല വചനമാണ് എന്ന് പറഞ്ഞ് ആസ്വദിക്കുക മാത്രമേ അവർ ചെയ്യുന്നുള്ളൂ. वचन सुनता है, बहुत अच्छा वचन है, यही कहने के लिए केवल उन्होंने उपयोग में आते हैं। എന്നാൽ അവരുടെ ജീവിതത്തിൽ അത് ഏറ്റെടുക്കുവാൻ തക്കവണ്ണം അത് പ്രയോജനപ്പെടുത്തുവാൻ തക്കവണ്ണം അവർക്ക് കഴിയുന്നില്ല. उनको ये सुनते हुए वचन अपनाते हुए ग्रहण करते हुए और उपयोग में लाने के लिए उन्होंने तैयारी नहीं होता है। യഥാർത്ഥ വിശ്വാസി പറയും ദൈവം എന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു എന്ന്. और किसी विश्वासियों ने यह बात कहते हैं, हमारा मसीह मुझे चंगाई दी है। എന്നാൽ ബുദ്ധിപരമായിട്ട് മാത്രം വിശ്വസിക്കുന്ന വ്യക്തി പറയും ഒരു നാൾ കർത്താവ് എന്നെ സൗഖ്യമാക്കും. बुद्धिमानों ने ऐसी बात कहते हैं, एक दिन प्रभु की ओर से मुझे चंगाई मिलेगा। അങ്ങനെ തത്വത്തിൽ അംഗീകരിച്ചു കൊണ്ടുപോകുന്നതായ പ്രയോജനമില്ലാത്ത ഒരു ജീവിതമത്രേ ഇവരുടേത്. उन्होंने तत्वशाली है, उनका जीवन में अनुभव में ला सकता नहीं सकता है.
വചനത്തിൽ എന്താ പറയുന്നത്? എന്റെ അടിപ്പിണരുകളാൽ ക്രിസ്തുവിന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. मसीह ने यही बात दी है। मसीह को हाथ में पैर में घोड़ा मारने की रक्त बहाया, वो रक्त के कारण हमें उद्धार दी है। യഥാർത്ഥ വിശ്വാസി അത് വിശ്വാസത്തോടുകൂടി ഹൃദയപൂർവ്വം ഏറ്റെടുത്തുകൊണ്ട് സൗഖ്യമുള്ളവനായി ജീവിക്കും. सच्चे विश्वासियों ने यही बात स्मरण करते हुए आश्वासन मिलता है, चंगाई पाता है, विश्वास में अटल रहते हैं। യഥാർത്ഥ വിശ്വാസി പറയും, കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ സ്വതന്ത്രനാണ്. सच्चे विश्वासियों ने यही बात देता है, मैं मसीह में आजादी हूं। പൈശാചിക ശക്തികളിൽ നിന്നും ഞാൻ സ്വാതന്ത്ര്യം പ്രാപിച്ചവനാണ് എന്ന് പറയും. शैतान की जुल्म से मैं आजादी पाकर मैं स्वतंत्र हूं। എന്നാൽ ബുദ്ധിപരമായിട്ട് വിശ്വസിക്കുന്ന വ്യക്തികൾ പറയും, അത് എന്റെ സാഹചര്യങ്ങൾ മാറട്ടെ, അപ്പോൾ ഞാൻ സന്തോഷിക്കും എന്ന്. ये बुद्धि में प्रार्थना करने वालों ने यही बात देते हैं, मेरा जिंदगी को बदलाहट में आए, जो फिर मैं मसीह को अपनाएंगे। യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നതായ വ്യക്തികൾ അവരുടെ ജീവിതത്തിലും ഈ വചനം അത് വെളിപ്പെട്ട് വരുന്നത് വരെ, അത് യാഥാർത്ഥ്യമായി വെളിപ്പെട്ട് വരുന്നത് വരെയും അവർ സന്തോഷത്തോടുകൂടി വിശ്വാസത്തോടുകൂടി അത് ഏറ്റെടുത്ത് ജീവിക്കും. सच्चे विश्वासियों ने वचन सुनते हैं, ग्रहण करते हैं, अपनाते हैं, उसमें उन्होंने जीते हैं। യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവവചനം മതി. सच्चे विश्वास रखने वालों को वचन में संतृप्त होता है। ബുദ്ധിപരമായിട്ട് വിശ്വസിക്കുന്നതായ വ്യക്തി അത് ഭാവിയിൽ എന്റെ കാര്യങ്ങളെല്ലാം ശരിയായിക്കൊള്ളും എന്ന് അവൻ വിശ്വസിക്കുന്നു. केवल बुद्धिमान होता है, उन्होंने भविष्य में मेरा काम पूरा कर कर प्रभु देगा। യഥാർത്ഥ ദൈവവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം എന്ന് പറയുന്നത് അത് ഇപ്പോൾ താനായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ അത് ഏറ്റെടുക്കുന്നത് അത്രേ. सच्चे विश्वासी यही है, अब भी आज प्रभु की शक्ति सामर्थ्य को छकने वाले हैं। ജീവിതത്തിൽ പ്രതിസന്ധികളെ നേരിടേണ്ടി വരുമ്പോൾ ബുദ്ധിപരമായിട്ട് വിശ്വസിക്കുന്നതായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് അതിനെ നേരിടുവാൻ കഴിയുന്നില്ല. और सच्चे विश्वास में है नहीं है तो वो लोग कुछ प्रतिकूल परिस्थिति आते हैं, उसी समय उसमें पार करने के लिए उनका शक्ति सामर्थ्य नहीं होते हैं। അവൻ വിശ്വാസത്തിൽ ആടി ഉലഞ്ഞു പോകും. उन्होंने विश्वास में तितर बितर होते हैं। എന്നാൽ യഥാർത്ഥ വിശ്വാസി പ്രതികൂലങ്ങളുടെ മധ്യേയും അവൻ ദൈവ വചനത്തെ ആസ്വദിച്ചുകൊണ്ട് അതിൽ സംതൃപ്തി കണ്ടെത്തും. याथार्थ्यता में, सच्चाई में जीवन देखने वाले जो विश्वासी मसीह की महिमा में अटल रहते हैं। ദൈവ വചനത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അത് അന്തിമമായിട്ടുള്ളതായ ദൈവത്തിൻ്റെതായ അധികാരമത്രേ. എല്ലാ സിറ്റുവേഷൻസിലും ദൈവത്തിൻ്റെ അധികാരം, ദൈവത്തിൻ്റെ സോവറിനിറ്റി അത് കാണിക്കുന്നു. ദൈവം सच्चे विश्वासी यही है, वचन सुनता है, अपनाता है, वो संपूर्ण रीति पर उसमें से मिलजुलते हैं, इसी कारण में उनमें से अनुग्रह प्राप्त होता है। ഈ വചനം പ്രാവർത്തികമാകുന്നു എന്നതിന്റെ തെളിവിന് വേണ്ടി അങ്ങനെയുള്ള വ്യക്തികൾ കാത്തിരിക്കുകയില്ല. और ऐसे लोग, ऐसे विश्वासियों ने सबूत के लिए नहीं बैठते हैं। അതെ, വചനം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരത്രേ അവർ. वचन के आधार पर जीने वाले हैं वो ही लोग। അങ്ങനെയുള്ളവർ പറയും, ഈ വചനം, ഈ വാഗ്ദത്തം എനിക്കുള്ളതത്രേ എന്ന് പറഞ്ഞ് അവർ ഏറ്റെടുക്കും. ऐसे लोग यही कहते हैं, ये वचन मेरा ही है, मेरे लिए है, ये सोच समझ कर काम किया करता है।
അതെ, ഈ വചനം എനിക്ക് വേണ്ടിയുള്ളതാണ് എന്ന് ഏറ്റുപറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ദൈവത്തിന്റെ ഹിതം നിറവേറ്റുന്നവനത്രേ. ये वचन अपना है मेरे लिए है, ये सोच समझ कर वचन अपनाता है, वो ही लोग मसीह की शिष्य बन जाते हैं। യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നതിന് മുമ്പേ തന്നെ അവൻ തന്റെ ദൈവത്തെ ആരാധിക്കും, സ്തുതിക്കും. और सच्चाई विश्वासियों ने जब प्रार्थना को जवाब मिलने के पहले अपना हृदय खोलकर मसीह में आग्रह के साथ भरोसा रखता है, चख कर लेते हैं। അപ്പൊ അങ്ങനെ ഏറ്റെടുക്കുന്നതിന് പകരം ബുദ്ധി കൊണ്ട് വിശ്വസിക്കുന്നതായ വ്യക്തി പറയും, ഒരു നാൾ ദൈവം എന്നെയും സൗഖ്യമാക്കും എന്ന്. बुद्धि प्रयोग करने वाले ऐसे कहते हैं, कभी भी मेरा मृत्यु के पहले प्रभु मेरे में आश्चर्य काम किया करेगा। ദൈവം എന്നെങ്കിലും ഒരു നാൾ എന്നെ സഹായിക്കും. कभी भी हो, एक दिन प्रभु ने मुझे को सुधि लेगा। അങ്ങനെയുള്ളതായ നിലപാട് ദൈവത്തിന് അപമാനകരം അത്രേ. ऐसा है, हम सोच समझते हैं मसीह के नाम में वो अपमानित है। ഇങ്ങനെ ബുദ്ധി കൊണ്ട് വിശ്വസിക്കുന്നതായ വ്യക്തികൾ കാൽവരി ക്രൂശിൽ യേശു നമുക്ക് വേണ്ടിയും അത് ചെയ്തതായ ആ കാര്യങ്ങളെ അത് ഗൗരവമായി എടുക്കുന്നില്ല. जो बुद्धि उपयोग करते हैं, जो लोग कालवरी क्रूस पर मसीह ने हमारे लिए किया जो प्रयत्न में, उन्होंने उपयोग में लाने के लिए उनको अनुमति देता नहीं है। അപ്പോ അത് വാസ്തവത്തിൽ ഇങ്ങനെ ബുദ്ധി കൊണ്ടുള്ളതായ വിശ്വാസം എന്ന് പറയുന്നത് അത് അവിശ്വാസം തന്നെ അത്രേ. वो वास्तविक तौर पर विश्वास करते हैं, विश्वास में हैं, जो अपमानित में रहते हैं। അവരുടെ ജീവിതങ്ങളിൽ അത് സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നില്ല. उनका जीवन में कुछ गड़बड़ आते हैं, तब पकड़कर सिर नहीं सकते हैं। കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കുമ്പോൾ അവർക്ക് നിവർന്നു നിൽക്കുവാൻ കഴിയത്തില്ല. आधी तूफान आता है, वो सीधा खड़ा हो नहीं सकता है। അവർക്കെതിരെ തിരമാലകൾ ഉയർന്നു വരുമ്പോൾ അവർ പരിഭ്രാന്തരായി തീരുന്നു. लहर उड़ते हैं, तब भयभीत में रहते हैं। നാം ഇവിടെ ചിന്തിച്ചത് അത് ആഴമായി ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നവരെയും അല്ലെങ്കിൽ ഉപരിപ്ലവമായിട്ട് ബുദ്ധി കൊണ്ട് വിശ്വസിച്ച് സംതൃപ്തി അടയുന്ന വിശ്വാസികളെയും അവർ തമ്മിലുള്ളതായ വ്യത്യാസം അത്രേ നാം ചിന്തിച്ചത്. दो व्यक्तियों के बारे में यहाँ पर हम मनन करते हैं, इतनी गहराई में मसीह को विश्वास किया, वचन अपनाया, वो लोगों के बारे में जो केवल नामधारी होकर विश्वास करने वाले, मसीह में से रहित हो गए वाले, इसके बारे में मनन करता है। യേശു പറഞ്ഞു വിശ്വസിക്കുന്നതിന് അവന് ലഭിക്കും എന്ന്. मसीह ने यही बात दी, विश्वास करने वालों को उपलिप्त होता है। വിശ്വസിക്കുന്നവന് അവൻ ആഗ്രഹിച്ച കാര്യം ലഭിച്ചിരിക്കുന്നു എന്ന് അവൻ വിശ്വസിക്കും. विश्वास किए वाले व्यक्ति विश्वास रखता है, मैं आग्रह की वो मुझे को मिल गई है। സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ താൽക്കാലികമായിട്ട് ഉണ്ടാകുന്നതായ പ്രതികൂലങ്ങളെ അവർ അവഗണിക്കും. और नामधारी विश्वासियों ने जो आधे तूफान आता है, लहर आता है, उन्होंने मसीह की महिमा से रहित होते हैं। ഏറ്റവും പ്രതികൂലമായ സാഹചര്യങ്ങളിലും കർത്താവിനുള്ളതായ വിശ്വാസത്തോടുകൂടിയും അവന്റെ വചനത്തെ നാം മുറുകെ പിടിച്ചു കൊള്ളുകയാണെങ്കിൽ ദൈവനാമം മഹത്വപ്പെടും. हमारा जिंदगी में कोई ऐसे प्रश्न होता है, हिलेगा नहीं, कारण मसीह की वचन को स्पष्ट रीति पर और पकड़ा है, उसमें सिर रहा है। സത്യവിശ്വാസികളായിരിക്കുന്ന നാം എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തിന്റെ വചനം വിശ്വാസത്തോടുകൂടി ഏറ്റുപറയേണ്ടിയിരിക്കുന്നു. ये अंतिम समय में जीते वाले हमारा विश्वासी गणों
अपना वो ग्रहण करो, मसीह के ऊपर भरोसा रखो, मसीह हमारा साथ भी साथ है। ഓരോ പ്രാവശ്യവും നാം വചനം ഏറ്റു പറയുമ്പോൾ നാം സത്യം അതെ വിളിച്ചു പറയുകയത്രേ ചെയ്യുന്നത്. एक एक समय वचन सुनता हुआ समय हमारा मन भ्राव में आएगा तो सच्चाई को प्रकट करते हैं। നാം കഷ്ടതയിലും ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ നമ്മുടെ പിതാവ് വേദനിക്കുന്നു. हम ऐसे हाल में दुर्घटना से आगे जाता है, उसी समय हमारा मसीह हमको देखते हुए वेदना सहज लेता है। ദൈവത്തിന്റെ വചനം നമ്മിലൂടെ ഫലം പുറപ്പെടുവിക്കുമ്പോൾ ദൈവനാമം മഹത്വപ്പെടുന്നു. हमारा मसीह की वचन हमारे में से वो फल लाने के लिए विश्वास में स्थिर रहना चाहिए। യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാം വാക്യം. यूहन्ना सुसमाचार और 15वां अध्याय की 17वां पद में നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. वहां पर मेरा वचन तुम्हारे में है, मैं तुम्हारे में रहेगा तो तुम कुछ ना कुछ आग्रह रखो, मैं तुम्हें पूरा कर दूंगा। നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു. बहुत सारे फल लाता है, इसी कारण में मेरा परमेश्वर तुम्हारे में आनंद मगन होता है। പിന്നെ യേശു പറഞ്ഞു, എന്റെ നാമത്തിൽ നിങ്ങൾ എന്ത് അപേക്ഷിച്ചാലും അത് നിങ്ങൾക്ക് ലഭിക്കും എന്ന്. फिर भी मसीह ने कहता है मेरा नाम लेकर तू कुछ चाहे और मांगे तुम्हें मिल जाएंगे। യേശു പറഞ്ഞത് നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുവാൻ അത്രേ. मसीह ने ये बात चेतावनी दी, मेरा नाम पर मेरी शब्द को ध्यान दे। അപ്പം പിതാവിന്റെ സന്നിധിയില് നമുക്ക് പ്രാഗൽഭ്യത്തോടുകൂടി കടന്നു ചെല്ലുവാൻ കഴിയും. ഉയർത്തെഴുന്നേറ്റവനായ യേശു അവിടെയുണ്ട്. पिता परमेश्वर की ओर हिम्मत से आ सकता है, कारण यही है उनका पुत्र मसीह पर हमारा भरोसा है। അപ്പോ യേശു നമുക്ക് ഉറപ്പ് നൽകിയിരിക്കുകയാണ്, യേശുവിന്റെ നാമത്തിൽ നമുക്ക് പിതാവിന്റെ സന്നിധിയിൽ പ്രാർത്ഥന അർപ്പിക്കാം, അവന്റെ സന്നിധിയിൽ പ്രാഗൽഭ്യത്തോടുകൂടി കടന്നു ചെല്ലാമെന്ന്. यीशु मसीह ने स्पष्ट बताया है, मेरे पर विश्वास रख, मेरी कारण से पिता परमेश्वर की ओर हम पहुंच सकते हैं। എത്ര വലിയ പദവി അത്രേ ദൈവമക്കൾക്ക് ദൈവത്തിന്റെ സന്നിധിയില് യേശുവിന്റെ നാമത്തിൽ അത് പ്രവേശനമുണ്ട് എന്നുള്ളത്. इतना उन्नति, इतना श्रेणी पर हमको बैठाने के लिए मसीह के नाम काम कार्य हमारे लिए काफी है। ദൈവത്തിന്റെ അപ്പം യേശുക്രിസ്തു ഇവിടെ ഭൂമിയിലായിരുന്നപ്പോൾ എന്താണ് ചെയ്തത്? പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നതായ ഒരു അനുഭവം നമുക്ക് കാണുവാൻ കഴിയും. यीशु मसीह पृथ्वी पर था तब और मसीह की आग्रह को, पिता परमेश्वर की आग्रह को मसीह ने पूरा किया है। പിതാവിന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ തരാമെന്നത്രേ പറഞ്ഞത്. और पिता परमेश्वर की इच्छुक है, हमारा काम तो पूरा कर दूंगा। പിതാവിന്റെ ഇഷ്ടം വീണ്ടും ജന്മം പ്രാപിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനും പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ ആഗ്രഹിക്കും. यीशु मसीह को अपनाया, ग्रहण किया, जो लोग पिता परमेश्वर की ये आग्रह को पूरा कर देता है। യേശു പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതെ ഇവിടെ താൻ വന്നത് പിതാവിന്റെ എന്നെ അയച്ചവന്റെ ഇഷ്ടം നിറവേറ്റുന്നതിന് വേണ്ടി എന്നത്രേ. मसीह अपने लोगों को एक बात समझाया, सिखाया, मैं पृथ्वी पर आया उसके कारण यहोवा परमेश्वर की इच्छा पूरा करने के लिए। യേശു ഈ ഭൂമിയിൽ വരികയും നഷ്ടപ്പെട്ടു പോയ ആത്മാക്കളെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ളതായ ആ വലിയ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരുന്നു. यीशु मसीह पृथ्वी पर आई
जो कहने लगते हैं परमेश्वर जो कुछ कहा वो बात पूरा करने के लिए मसीह संसार पर आया है। യേശു ക്രിസ്തുവിന്റെ സ്ഥാനത്ത് ഈ ഭൂമിയിൽ ദൈവം നമ്മെ നിയോഗിച്ചിരിക്കുകയത്രേ ചെയ്യുന്നത്. यीशु मसीह को हमारे उद्धार के लिए परमेश्वर ने मसीह को नियुक्त किया है। നഷ്ടപ്പെട്ടു പോകുന്നതായ ആത്മാക്കളുടെ ചിലതായ ഭാരം ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാനും അവരെ രക്ഷയിലേക്ക് നയിക്കുവാനും ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. नष्ट होते हैं, विनाश में जाते हैं, ऐसे लोगों को मसीह की ओर लाकर पिता की ओर जोड़ने के लिए मसीह संसार में आया, प्रार्थना करता है। അതെ, പൈശാചിക ശക്തികളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നതായ വ്യക്തികളെ അവരെ സ്വതന്ത്രരാക്കുവാൻ അത്രേ, ബദ്ധന്മാരെ വിടുവിപ്പാൻ അത്രേ കർത്താവ് ഇന്ന് നമ്മോട് പറയുന്നത്. शैतान की आत्मा से घेर लिया हुआ और अधिकार में जो खाया हुआ लोगों को मसीह की ओर लाते हुए मसीह की महिमा प्रकट करने के लिए मसीह संसार पर आया है। രോഗികളായ വ്യക്തികളെ കാണുമ്പോൾ മനസ്സലിവോടുകൂടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. और बीमारियों है जो उनको देखते हुए उन्हीं के लिए प्रार्थना करने के लिए, जागने के लिए मसीह हमारे में से चाहते हैं। നമ്മുടെ യജമാനായ കർത്താവ് ഈ ഭൂപരപ്പിലായിരുന്നപ്പോൾ അവൻ ചെയ്തതായ അതേ പ്രവൃത്തികൾ ചെയ്യുവാൻ തക്കവണ്ണം അവനിൽ വിശ്വസിക്കുന്നതായ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. मसीह ने आग्रह करते हैं, मसीह संसार में आया, मानव जातियों के लिए क्या किया, वो ही काम करने के लिए प्रभु की बुलाहट हमें मिली है। യേശു താൻ വിശ്വസിച്ച കാര്യങ്ങൾക്ക് വേണ്ടിയും താൻ പഠിപ്പിച്ച കാര്യങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുവാനും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. यीशु मसीह सिखाया, हम सीखे, हम अन्यों को सिखाओ, ये जिम्मेदारी हमारे पर सौंपा है। അങ്ങനെ ദൈവത്തിന്റെ ഹിതപ്രകാരം നാം ഇവിടെ ജീവിക്കുകയാണെങ്കിൽ, യേശുവിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് നാം ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരും എന്നത്രേ അതിന്റെ അർത്ഥം. यीशु मसीह की इच्छा के आधार पर हम यहाँ पर जिए, किया करे और मसीह हमारे में परमेश्वर की महिमा प्रकट करेंगे। ഈ ലോകത്തിൽ വിശ്വാസികളായ നാം യേശു ക്രിസ്തു നമ്മെ നിയോഗിച്ചിരിക്കുന്ന സ്ഥാനത്ത് അവന്റെ ഭാരം ഏറ്റുകൊണ്ട് അവനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. यीशु मसीह ही चाहता है जो वचन के आधार पर हम जिए और मसीह में जुड़ाया जाए। ഈ യേശുവിനോട് നമുക്ക് കൂട്ടായ്മയുണ്ട്, അവനോട് നമ്മുടെ ആവശ്യങ്ങൾ സ്വാതന്ത്ര്യത്തോടെ പറയുവാൻ നമുക്ക് കഴിയും. ये मसीह का साथ हमारा संगति है, हमारा आवश्यकता को मसीह की ओर का है। യേശു രാത്രികാലങ്ങളിൽ മുഴുവനും പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചെലവിട്ടതായ സന്ദർഭങ്ങളുണ്ട്. रात्रिकाल मसीह प्रार्थना में लवल रहे थे। അങ്ങനെ ചില വിഷയങ്ങൾക്ക് വേണ്ടി മുഴുരാത്രി പ്രാർത്ഥന ചെയ്യുവാൻ തക്കവണ്ണം ക്രിസ്തുവിന്റെ മാതൃക നമുക്കും അവലംബിക്കാവുന്നത്രേ. कई बातों को स्मरण रखते हुए रात्रिकाल में प्रार्थना करने के लिए वचन की अगुवाई देता है। യേശുവിന്റെ ഈ വാഗ്ദത്തം എന്ന് പറയുന്നത് ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നതായ ഒരു വ്യക്തിക്ക് ആ കമ്പനി കൊടുക്കുന്നതായ ഉറപ്പ് പോലെ അത്രേ. एक कारखाना में कोई किसी ने नौकरी करते हैं और नौकर को मालिक ने जो कुछ आज्ञा देते हैं इसी नहीं है। അതുകൊണ്ട് നമുക്ക് ഈ കർത്താവിന്റെ വചനം ഏറ്റെടുത്തുകൊണ്ട് അവന്റെ വാക്ക് നമുക്ക് ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ കഴിയും. मसीह ने कहा हुआ बात अपनाया, ग्रहण किया, जो वचन पालनहार होता है ऐसा हो तो परमेश्वर की महिमा में स्थिर रह सकता है। യേശു നമ്മെ പഠിപ്പിച്ചത് അവന്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും പിതാവ് അത് നമുക്ക് നൽകുമെന്നത്രേ. मसीह में यही बात सिखाया, मसीह के नाम में हम कुछ मांगे, जो मसीह ने हमें दिया देंगे।
യേശുവിന്റെ വചനത്തിൽ നാം നിൽക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരും എന്നും നാം വായിക്കുന്നു. यीशु के वचन में से रहेगा तो मांगे तुझे मिल जाएंगे. എന്നാൽ ഇവിടെ ഈ ലോകത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ പല വിധത്തിലുള്ളതായ മാനുഷിക ശബ്ദങ്ങൾ, തത്വചിന്തകൾ ഒക്കെയും നമ്മളെ സ്വാധീനിക്കാറുണ്ട്. संसार में जीते हैं और कई प्रकार की गलत शिक्षा हम सुनते हैं, कई लोग उसमें चले जाते हैं. ഇവിടെ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ജഡാഭിലാഷവും ആത്മാഭിലാഷവും അത്രേ. वहां पर पाया जाता है शारीरिक अभिलाषा, आत्मिक अभिलाषा. ആത്മാഭിലാഷം അത് ജഡത്തിന് വിരോധമായിരിക്കുന്നു. शारीरिक अभिलाषा परमेश्वर की महिमा से हमें रहित किया करता है. അതുകൊണ്ട് നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. हमें इच्छुक लगता है मसीह की महिमा हमारा काम दोनों विरोध में है. അതുകൊണ്ട് പൗലോസ് നമ്മെ ഉപദേശിക്കുന്നത് ആത്മാവിനെ അനുസരിച്ച് നടപ്പിൽ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മുഖം നിവർത്തിക്കുകയില്ല എന്ന് പറയുന്നു. पौलुस हमें चेतावनी देता है मसीह की ओर आग्रह करे, ऐसा निरंतर लगे रहे, शारीरिक अभिलाषाओं में हम जाएगा नहीं. തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക. बाइबल में यही पाया जाता है, विश्वास में अच्छे मल्ल युद्ध लड़ाई करते रहो. നാം ഇവിടെ ഭൂമിയിൽ ആയിരിക്കുന്നു എങ്കിലും നാം സ്വർഗീയന്മാരത്രയും. हम पृथ्वी पर रहते हैं फिर भी हम स्वर्गीय परमपिता की परम बुलाहट मिला हुआ जो लोग है. നമുക്ക് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനായുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുത്ത് ചെല്ലുക. बाइबल हमें यही सिखाते हैं, उसी घड़ी में दया मिलने के लिए और प्रभु की महिमा प्राप्त करने के लिए हिम्मत पाकर परमेश्वर की महिमा तक पहुंचने के लिए. നാം വചനം അനുസരിക്കുന്നവരായില്ല എങ്കിൽ അതെ എന്താണ് കർത്താവ് ചോദിക്കുന്നത്, കർത്താവേ കർത്താവേ എന്ന് പറയുന്നതായ പല ആളുകളെയും നോക്കിയിട്ട് ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് കർത്താവ് പറയുമെന്നത്രേ നാം വായിക്കുന്നത്. वचन सुनता है, वचन पालनहार नहीं होता है तो और मसीह 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 नाम कहना जाता है, मसीह कहता है तू कहाँ है, कहां से आया है, तुम्हारा नाम मेरे को पता भी नहीं होता है. ആരാണെന്ന് ചോദിക്കുമ്പോൾ യേശുവിന്റെ വചനം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കാത്തതായ വ്യക്തികളെ എത്രേ ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറയുന്നത്. ये वचन हमें यही सिखाता है, वचन अपनाया, ग्रहण किया, वचन के आधार पर जिया नहीं, किया नहीं, वो लोगों के बारे में ये वचन देता है. നാം കർത്താവിന്റെ വചനം അനുസരിക്കുന്നത് കൊണ്ട് അത്രയും എന്താണ് ദൈവത്തിന്റെ മുമ്പിൽ നമുക്ക് പ്രാഗൽഭ്യത്തോട് നിൽക്കുവാൻ കഴിയുന്നതും യേശുവിനെ കർത്താവ് എന്ന് വിളിക്കുന്നതിനുള്ളതായ പദവിയും ലഭിക്കുന്നത്. यीशु मसीह का वचन सुनता है, मानता है, अंगीकार करते हैं. इसी कारण में मसीह मसीह नाम हम दिया जाएगा तो मसीह हमारा निकट है. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തരുവാനുള്ളത് അവൻ നിശ്ചയമായിട്ടും ചെയ്തു തരുന്നത് ഇങ്ങനെ അവന്റെ വചനം അനുസരിച്ച് ജീവിക്കുകയും അവനോട് അപേക്ഷിക്കുകയും ചെയ്യുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ അത്രേ. निरंतर हम परमेश्वर के वचन मंद मनाता है, मानता है, अंगीकार करते हैं, उसी में जागते हैं. मसीह हमारे, हमारा मसीह ऐसी मिलजुल जीवन बिताता है. അവിശ്വാസം സംസാരിക്കയില്ല. अविश्वास हमारा जीवन में आता भी नहीं, उसको बातचीत करता भी नहीं. അവർ പരാജയത്തെ കുറിച്ച് പറയത്തില്ല. पराजित बात उन्हीं में आता नहीं. അവർ സംശയം പ്രകടിപ്പിക്കയില്ല. शक उनका जीवन में आता नहीं. അവർ വചനം അത് പ്രാവർത്തികമാക്കുന്നതായ വ്യക്തികൾ അത്രേ. वचन अपना जीवन में उपयोग में लाते हुए लोग हैं.
അതുകൊണ്ട് ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കണമെങ്കിൽ നാം വിശ്വാസത്തിൽ നടക്കുന്നവരായിരിക്കണം. हमारा प्रार्थना मसीह सुनना चाहता है तो निरंतर प्रार्थना में लवली रहना चाहिए। ഭക്തി പ്രകടനങ്ങൾ കൊണ്ട് യാതൊരു കാര്യവുമില്ല. दिखावट में कोई फायदा नहीं होता है। നമ്മുടെ ഹൃദയത്തിലെ വിചാരങ്ങൾ ദൂരവേ നിന്ന് അറിയുന്നതായ സർവശക്തിയിൽ നിന്ന് നമുക്കൊന്നും മറച്ചു വയ്ക്കുവാൻ കഴിയത്തില്ല. हमारा हृदय की मन भावने दूर खड़ा होकर समझने वाला है हमारा मसीह। അതുകൊണ്ട് പിന്നെ ദൈവത്തിന്റെ വചനം അത് നാം അനുസരിക്കുന്നില്ല എങ്കിൽ ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് ഒരു നാൾ കർത്താവിന് പറയേണ്ടി വരും. यही वचन दिया है, सच्चे रीति पर मसीह का वचन अपनाया नहीं है तो एक दिन मसीह ने कहे, जो तू कौन है, कहां से है, मैं तुम्हें मालूम ही नहीं होता है। അതുകൊണ്ട് ബുദ്ധിപരമായിട്ട് മാത്രം വിശ്വസിക്കുന്ന വ്യക്തികൾ ജീവിതത്തിലെ പ്രതിസന്ധികൾ വരുമ്പോൾ അവരുടെ പ്രാർത്ഥനകളെല്ലാം അത് ശൂന്യത നിറഞ്ഞതായ empty words അത്രേ. और मसीह की महिमा में रहने के लिए चाहते हैं, लेकिन पवित्र आत्मा की अगुवाई से नहीं, बुद्धिमान होकर बुद्धि की काम प्रयोग करता है, इसी कारण में महिमा से रहित होता है। പുതുവ സൃഷ്ടി എന്നൊക്കെ പറയുമെങ്കിലും അവർ സാധാരണ മനുഷ്യരെ പോലെ, കേവലം സാധാരണ മനുഷ്യരെ പോലെ അത്രേ അവർ ബിഹേവ് ചെയ്യുന്നത്. और साधारण विश्वासी होकर कहते हैं फिर भी मामूली रीति पर मसीह को अपनाता है। അതുകൊണ്ട് നമുക്ക് കർത്താവിന്റെ ക്രിസ്തു മുഖാന്തരം നമുക്ക് അത് തുറന്നു തന്നതായ ആ വഴിയിലൂടെ നമുക്ക് കർത്താവിന്റെ കൃപാസന സന്നിധിയിൽ ധൈര്യപൂർവ്വം കടന്നു ചെല്ലുന്നതിന് നമുക്ക് കഴിയും. और मसीह में स्थिर रहे और विश्वास में रहे, मसीह की वचन अपनाए, ग्रहण करे, ऐसा होवे तो परमेश्वर की महिमा में हम रह सकते हैं। അതുകൊണ്ട് വിശ്വാസത്തില് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതിനുള്ളതായ ശക്തിയുണ്ട്. हमारा जिंदगी को बदलावट में, रूपांतर में ला सकते हैं। അതുകൊണ്ട് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിന്നും അത് അവിശ്വാസത്തിന് ഗുഡ് ബൈ പറയാം. और ये वचन के आधार पर ये सोचे माने, अविश्वास की शक्ति हमारे में ना आने के लिए उनको त्याग करे, विश्वास में लाने के लिए अंगीकार करे। ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ये वचनों से हम सबों को आदर अनुग्रह दे। आमीन।